പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെ വേദിയിൽ 41 മിനിറ്റ് പ്രസംഗിച്ചിട്ടും സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാത്തതിന്റെ കാരണം ആരാഞ്ഞ് ബിജെപി നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏക പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് സുരേഷ് ഗോപിയിലൂടെയാണ്. മാസങ്ങളായി സുരേഷ് ഗോപി തൃശൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതും. മോദി തൃശൂരിൽ എത്തുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വ്യക്തത വരുത്തുമെന്നും കൂടുതൽ ആവേശം അണികളിലേക്ക് പകരാൻ സാധിക്കുമെന്നുമാണ് കരുതിയിരുന്നത്. എന്നാൽ റോഡ് ഷോയിൽ കൂടെ കൂട്ടിയതല്ലാതെ സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടാൻ മോദി തയ്യാറായില്ല. നേതാക്കളും അണികളും ഇതിൽ നിരാശരായാണ് മടങ്ങിയത്. മോദി എത്തുമ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന് വരെ അഭ്യൂഹം ഉണ്ടായിരുന്നു. ഇതിനു മുന്നോടിയായി സുരേഷ് ഗോപിക്കു വേണ്ടി ചുമരെഴുത്തുകളും നടത്തിയിരുന്നു. വേദിയുടെ മുന്നിൽ തന്നെ സീറ്റ് നൽകിയെങ്കിലും സുരേഷ് ഗോപിക്കു വേണ്ടി ഒരു വാക്കുപോലും പറയാതെയാണ് മോദി മടങ്ങിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സുരേഷ് ഗോപിയെ കേന്ദ്രത്തിൽ സഹമന്ത്രിയാക്കുമെന്നുവരെ നേരത്തെ പ്രചരിച്ചിരുന്നു. തൃശൂർ പിടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രിയാക്കുമെന്നുവരെ ബിജെപി നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ കേന്ദ്രമന്ത്രിയാക്കാൻ മോദി തയ്യാറായില്ല. നേതാക്കൾ പറയുന്നതുപോലെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മോദിക്കും കേന്ദ്ര നേതാക്കൾക്കും വലിയ താൽപര്യമില്ലെന്നു തന്നെയാണ് ഇപ്പോഴത്തെ നിലപാടിലൂടെ വ്യക്തമാവുന്നത്. ബിജെപി സംസ്ഥാന നേതൃത്വത്തിനും പുറത്തു പറയുന്നതുപോലെ സുരേഷ് ഗോപിയെ അത്രയ്ക്കും താൽപര്യമില്ലെന്നു തന്നെയാണ് സൂചന. കാരണം സംസ്ഥാന നേതൃത്വത്തെ സുരേഷ് ഗോപിയും വേണ്ട പോലെ ഗൗനിക്കാറില്ല. കേന്ദ്രത്തിൽ പിടിപ്പുള്ളതിനാൽ ഇവിടെയുള്ളവരെ അത്രയ്ക്ക് ബഹുമാനിക്കേണ്ടതില്ലെന്ന ചിന്തയും സുരേഷ് ഗോപിക്കുണ്ടെന്നാണ് സംസ്ഥാന നേതാക്കളിൽ പലരും പറയുന്നത്. കേന്ദ്രമന്ത്രിയാക്കുന്നതിനു പകരം സത്യജിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ചെയർമാൻ സ്ഥാനം നൽകിയാണ് സുരേഷ് ഗോപിയെ മോദി ഒതുക്കിയിരിക്കുന്നത്. ഇത്തവണ സുരേഷ് ഗോപി തൃശൂരിൽ തന്നെ മത്സരിക്കുമോയെന്നത് പുതിയ ചർച്ചയായിരിക്കുകയാണ്. ഇതേസമയം തുഷാർ വെള്ളാപ്പള്ളിക്കു തൃശൂരിൽ സീറ്റ് നൽകണമെന്ന മുൻധാരണ നടപ്പാക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.